ശ്രീത്ത്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്വതയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് മുഖ്യമന്ത്രി ചെന്നിത്തലയാകുമെന്നും ചെന്നിത്തലയാണ് ഏറ്റവും യോഗ്യനെന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. അപ്പോൾ സമുദായ നേതാക്കളുടെ എല്ലാം എതിർപ്പോടുകൂടിയാണോ വി.ഡി. സതീശൻ നിൽക്കുന്നത്? ഇപ്പോൾ എന്തായാലും വർഷങ്ങളായി തന്നെ SNDP NSSും ഒരു കാര്യം വരുമ്പോൾ ഏകമായ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും വി.ഡി. സതീശനെ എതിർക്കുവാനായി രണ്ട് സംഘടനകൾ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. രണ്ടുപേരും SNDP മാത്രമല്ല NSSന് സമാനമായ ഒരു അഭിപ്രായം ആണുള്ളത്. വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് രണ്ട് സംഘടനകളും വി.ഡി. സതീശനെ എതിർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നീട് വന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വയനാട്ടിലും വി.ഡി. സതീശന് വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷെ ചേലക്കരയിൽ അത് പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ലെങ്കിലും പാലക്കാട് നടന്ന ത്രികോണ മത്സരത്തിലെ വിജയം കൊണ്ടും വലിയ ഭൂരിപക്ഷം കൊണ്ടും വി.ഡി. സതീശൻ പാർട്ടിയിൽ കരുത്തനായി തിരിച്ചു വന്നിരുന്നു. പക്ഷേ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ NSSന്റെ ഭാഗത്ത് നിന്നും SNDPയുടെ ഭാഗത്ത് നിന്നും വി.ഡി. സതീശനെതിരെ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. അത് എന്തായാലും വി.ഡി. സതീശനെ തന്നെ തളർത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണവും അതിനനുസരിച്ചുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഞാനും വിമർശനത്തിന് അതീതനല്ല എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ്. പക്ഷെ മുൻകാലങ്ങളിലെല്ലാം അദ്ദേഹം ഈ സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാൻ ഒരു സമുദായ സംഘടനകളുടെയും തിണ്ണ നിരങ്ങാൻ പോകില്ലെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. പക്ഷെ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഇത്തരം വിമർശനം ഉണ്ടാകുമ്പോൾ അവരങ്ങനെ അമിതമായി കടന്നാക്രമിക്കാൻ എന്തായാലും വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. എന്തായാലും സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ ലഭിക്കാൻ കാരണം തന്നെ ഒരു പരിധി നോക്കിയാൽ വി.ഡി. സതീശനുമായുള്ള തർക്കമാണ്. അല്ലാതെ വർഷങ്ങളായി തന്നെ NSSുമായി ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തല എന്തുകൊണ്ട് മന്നം ജയന്തി ആഘോഷത്തിന് വിളിച്ചു എന്ന് നാം നോക്കുമ്പോഴാണ് വി.ഡി. സതീശനുമായുള്ള എതിർപ്പ്. ശത്രു മിത്രമെന്നാണല്ലോ. അങ്ങനെ വി.ഡി. സതീശന്റെ ഈ മുഖ്യമന്ത്രി സ്ഥാനം അങ്ങനെ 2026 കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ വി.ഡി. സതീശന് മുഖ്യമന്ത്രി ആകാതിരിക്കാനുള്ള ഇപ്പോഴേ തന്ത്രങ്ങൾ മെനയുകയാണ് രണ്ട് സംഘടനകൾ. അതിന്റെ ഭാഗമാണ് വർഷങ്ങളായി പിണക്കമുള്ള രമേശ് ചെന്നിത്തലയെ മന്നത്ത് പെരുന്നയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും ആ സമയത്ത് തന്നെയാണ് സമാനമായ ആ സമയത്ത് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഉണ്ടായത്. രമേശ് ചെന്നിത്തല മികച്ച മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. അദ്ദേഹം അങ്ങനെ അധികാരത്തിൽ അപ്പോഴും വെള്ളാപ്പള്ളി മറ്റൊരു കാര്യം പറയുന്നുണ്ട്. കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും അധികാരം ലഭിക്കാൻ സാധ്യതയില്ല. അവർക്ക് അങ്ങനെ പല മണ്ഡലങ്ങളിലും ഈ ലോക്സഭയിൽ വലിയ വിജയം നേടുകയാണെങ്കിലും ഈ മണ്ഡലാടിസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല നല്ല മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോഴേക്കുമാണ് ഈ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള ചോദിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വി.ഡി. സതീശൻ അഹങ്കാരിയാണെന്ന നേതാവാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സതീശന് പക്വതയും മാന്യതയും ഇല്ല. സതീശൻ പ്രതിപക്ഷ നേതാവായതോടെ തന്നെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടി. കോൺഗ്രസിൽ ഇപ്പോൾ AI ഗ്രൂപ്പുകളില്ല, വ്യക്തി ഗ്രൂപ്പുകളാണെന്നും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2026 UDF അധികാരത്തിൽ വരണമെന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ വി.ഡി. സതീശനെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ പലപ്പോഴും അദ്ദേഹം പറയും പോലെ കേരളത്തിൽ സംഭവിക്കാറില്ല. എന്നാലും ഈ ഇടക്കാലത്ത് BDJSന്റെ എല്ലാം ഒരു സ്വാധീനം കൊണ്ട് ചില വോട്ടുകളെല്ലാം ചില സ്ഥലങ്ങളിലേക്ക് മറിക്കുവാനുള്ള സ്വാധീനം എന്തായാലും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുന്നുണ്ട്. മുസ്ലിം ലീഗ് LDFിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വി.ഡി. സതീശന്റെ കാര്യമാണ്. വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടാണ് പ്രത്യേകിച്ച് ഇരു സമുദായ കക്ഷികളും മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഈ മുസ്ലിം ലീഗും ഇതിനോടൊപ്പം ചേരുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ്
ഈ മുസ്ലിം ലീഗും എത്തിയിരിക്കുന്നത്. എന്തായാലും വി ഡി സതീശന്റെ ഒരു നല്ല കാലമല്ല. അദ്ദേഹം തുടർച്ചയായ വിജയങ്ങളിലൂടെ മുന്നോട്ട് വന്നപ്പോൾ എല്ലാവരും കരുതിയത് വി ഡി സതീശനായിരിക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുക എന്നതാണ്. പക്ഷെ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി തന്നെ വി ഡി സതീശനെ എതിർക്കുകയാണ്. അദ്ദേഹം അഹങ്കാരിയാണെന്നാണ് പറയുന്നത്. പക്ഷെ രമേശ് ചെന്നിത്തലയെ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിൽ വലിയ റോളൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ പുറത്താണ്. പിന്നെ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഗുജറാത്തിലും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെല്ലാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോയെങ്കിൽ ദയനീയമായി തന്നെ അദ്ദേഹം പരാജയപ്പെട്ടാണ് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. അത്തരമൊരു പരാജയപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനം നൽകുമോ, സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക, അതോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിജയിച്ച സതീശന് നൽകുമോ എന്നും എല്ലാവരും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും മാത്രമല്ലല്ലോ, വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല, കെ മുരളീധരനുണ്ട്, അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലുണ്ട്, കെ സുധാകരനുണ്ട്, മുരളീധരനുണ്ട്, അടൂർ പ്രകാശുണ്ട്. ഈഴ വിഭാഗത്തിൽ പരിഗണന ലഭിക്കുവാൻ വേണ്ടി ചിലപ്പോൾ അടൂർ പ്രകാശിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ഒരു ശ്രമമുണ്ട്. അങ്ങനെ 1 ഡസനിലധികം നേതാക്കൾ പുതിയതും പഴയതുമായുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുന്നത് കോൺഗ്രസിന് തിരിച്ചടിയാകാനാണ് സാധ്യത. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ തന്നെ ഈ തർക്കം രൂക്ഷമാകും. കാരണം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എന്നെ അനുകൂലിക്കുന്നവരെ മാത്രം കൂടുതൽ പേരെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുവാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് തുടങ്ങുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അത്തരമൊരു ശ്രമവുമായിരിക്കും ഈ നേതാക്കൾ മുന്നോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു തമ്മിലടി ഉണ്ടാകും. ആ തമ്മിലടി അവസാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തായിരിക്കും. അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് എന്തായാലും LDF-നായിരിക്കും. അങ്ങനെ തമ്മിലടി ഉണ്ടാകുമ്പോൾ പല മണ്ഡലങ്ങളിൽ നാം കണ്ടായിരുന്നു. ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 2016 ഇലക്ഷൻ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തും ഇത്തരം ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ എന്നൊരു തർക്കമുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും തങ്ങളുടെ അനുകൂലികൾക്കായി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയും അവിടെ തർക്കം രൂക്ഷമാകുകയുമാണ്. അത് ജനങ്ങളിൽ ഒരു സംശയം ഉണ്ടാക്കും, ഇതാരാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ അവർ തമ്മിലടിക്കുമ്പോൾ ആ സംശയം ഉണ്ടാകുമ്പോൾ അത് ഉപകാരപ്പെടാൻ പോകുന്നത് LDF-നാണ്. അങ്ങനെയാണെങ്കിൽ LDF വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പോട് കൂടി തന്നെ കേരളത്തിൽ കോൺഗ്രസ് പൂർണ്ണമായി ഇല്ലാതാകാനാണ് സാധ്യതയുള്ളത്. മുൻകാലങ്ങളിൽ നമുക്കറിയാം കോൺഗ്രസും അതോടൊപ്പം തന്നെ LDF എങ്ങനെ കരുത്താർജിക്കുന്നു എന്നും ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ സംഘടന എന്തുകൊണ്ട് ബാധിക്കുന്നില്ല എന്നും നോക്കുമ്പോൾ ഈ പാർട്ടികൾ പരസ്പരം മാറി വരുന്നത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അറിയാം, ഒരു പാർട്ടി ഇപ്പൊ കോൺഗ്രസ് തുടർച്ചയായി ഭരണത്തിലില്ലെങ്കിൽ ആ പാർട്ടിയുടെ അണികൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നതാണ് പല സംസ്ഥാനങ്ങളിലും നാം കണ്ടിട്ടുള്ളത്. കാരണം തുടർച്ചയായി തന്നെ ഈ കോൺഗ്രസ് എപ്പോഴും അധികാരത്തിന് പുറകെ പോകുന്ന പാർട്ടിയാണല്ലോ. അതിന്റെ നേതാക്കളും അതിന്റെ അണികളെല്ലാം ഈ അധികാരത്തിന് പുറകെ പോകുന്ന പാർട്ടിയാണ്. അങ്ങനെ തുടർച്ചയായി തന്നെ 3 തവണ അധികാരത്തിൽ വരാതിരുന്നാൽ ആ പാർട്ടിക്ക് ഒരു തകർച്ചയുണ്ടാകും. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് LDF തുടർച്ചയായി തന്നെ അധികാരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവസാനം ഈ പാർട്ടിയുടെ സംഘടനയിലെ ഈ ഫാസിസ്റ്റ് നടപടികളുണ്ടല്ലോ, പാർട്ടിയിൽ മുഴുവനായി തന്നെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവിലേക്ക് ഈ അധികാരം കുറയുമ്പോൾ അത് അണികളിലും വലിയ പ്രശ്നമുണ്ടാക്കും. അവർ മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. അത് നാം ബംഗാളിലും കണ്ട്, ത്രിപുരയിലെല്ലാം അതിന് സമാനമായ രീതിയിൽ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്തായാലും ഒരു പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് 2026 ഇലക്ഷനോട് കൂടി തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ വലിയ ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം തർക്കങ്ങൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് BJP. അത് നാം ഒന്നും വേണ്ട, ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ നാം കണ്ടതാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളിൽ ചെറിയ വിഭാഗീയതയെല്ലാം, പണ്ടെല്ലാം വിഭാഗീയത ഉണ്ടെങ്കിൽ അവർ സ്വന്തം പാർട്ടി രൂപീകരിക്കുകയോ അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റ് പ്രസ്ഥാനങ്ങളുണ്ടോ, ചെറിയ RSPയോ അതോടൊപ്പം CMPയോ ഉൾപ്പെടെയുള്ള പാർട്ടികളിലേക്ക് ചേക്കേറുക, CPIയിലേക്കോ ചേക്കേറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പാർട്ടി സമ്മേളന കാലത്ത് നാം കണ്ടത് എങ്ങനെയാണ്, ഈ പാർട്ടിയുമായി പ്രശ്നത്തിലുള്ള വിഭാഗീയതയിലുള്ള തർക്കങ്ങളുള്ളവർ പിന്നെ പൂർണ്ണമായി തന്നെ BJPയിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് 2026 ഇലക്ഷനോട് കൂടി തന്നെ കേരളത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ തർക്കങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്ന VD സതീശനും രമേശ് ചെന്നിത്തലയുമായുള്ള തർക്കങ്ങൾ കോൺഗ്രസിനായിരിക്കും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. ആ തിരിച്ചടിയുടെ ഫലമായി തന്നെ കോൺഗ്രസ് പൂർണ്ണമായി തന്നെ കേരളത്തിൽ നിന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യമുണ്ട്. VD സതീശൻ മികച്ച നേതാവാണ്. അദ്ദേഹം ഈ എറണാകുളത്തെ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയിൽ നിന്നാണ് തുടർച്ചയായി തന്നെ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിലും ഈ
തന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴും അദ്ദേഹത്തിന്റെ ജനകീയത വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്കുള്ളിലും ഇദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ സുഖിപ്പിച്ച് മുന്നോട്ട് പോകാൻ അറിയില്ല. ഇത് കേരള രാഷ്ട്രീയത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കായാലും അത് അങ്ങനെയുള്ള ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ടാണോ ഇദ്ദേഹത്തിന്റെ കരിയർ ഇങ്ങനെ അവസാനിക്കാൻ പോകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.